40 വയസ്സ് ജീവിതം, ചിന്തകൾ, സ്വപ്നങ്ങൾ. 40 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് എങ്ങോട്ടാ പോണെന്നുള്ളത് ഏകദേശം ധാരണയൊക്കെ ആയിണ്ടാവും അല്ലേ? നമ്മുടെ ലൈഫിൽ കുറേ അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് കുറേ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി എങ്ങനെ ലൈഫ് മുന്നോട്ട് പോകാം, ഇങ്ങനെയൊക്കെ മതി എന്ന് ചിന്തിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ 40 വയസ്സിൽ ഫോളോ ചെയ്യേണ്ട കുറച്ച് ഗോൾഡൻ കാര്യങ്ങളും ഗോൾഡൻ പ്രിൻസിപ്പിൾസ് എന്ന് പറയാം. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ഉൾക്കാഴ്ചയുമാണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 40 വയസ്സ് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ഹെൽത്ത് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഈ 40 വയസ്സിനോളം ധാരാളം ഫുഡ് കഴിച്ചിട്ടുണ്ടാവും. സ്പൈസി ഫുഡ്, മസാല ഫുഡ്, അങ്ങനെ ഇഷ്ടം പോലെ ജങ്ക് ഫുഡ് ആയാലും ഒന്നും നോക്കാണ്ട് കഴിച്ചിട്ടുണ്ടാവും. ഇനി 40 വയസ്സ് കഴിഞ്ഞില്ലേ, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. പ്രത്യേകിച്ച് സെലക്ട് ചെയ്യുമ്പോൾ ഫൈബ്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഡയറ്റ് എപ്പോഴും ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കാനും ശ്രമിക്കണം. അപ്പോൾ ഫസ്റ്റ് തിങ് വി ഹാവ് ടു ഫോളോ എ ഹെൽത്തി ഡയറ്റ്. ഇനി രണ്ടാമത്തെ കാര്യം ഒബിയസ്ലി എക്സസൈസ് ആണ്. 40 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ്ലി നമ്മൾ എക്സസൈസ് ചെയ്യണവരാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് കുറയ്ക്കും അല്ലേ? പക്ഷേ അറ്റ്ലീസ്റ്റ് ഇൻ 24 hours നമുക്ക് 1 മണിക്കൂർ പുൾ ഔട്ട് ചെയ്യാൻ പറ്റണം നമ്മുടെ ലൈഫിൽ. ആ ജീവിതത്തിൽ ആ കിട്ടുന്ന 1 മണിക്കൂറിൽ അത് നമുക്ക് വേണ്ടിയുള്ള 1 മണിക്കൂറാണ്. ഈ 1 മണിക്കൂറിൽ അരമണിക്കൂർ നടക്കാനും അരമണിക്കൂർ നമ്മളുടെ ബ്രീത്തിങ് എക്സസൈസ്, അതുപോലെ തന്നെ യോഗ, മെഡിറ്റേഷൻ ഇതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കണം. അത് നല്ല ഡിസിപ്ലിൻ കീപ്പ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ 24 hours എന്ന് പറഞ്ഞ പോലെ പോവും. കാരണം 40 ഇയേഴ്സിൽ നമുക്ക് ഇഷ്ടം പോലെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ചെയ്യാൻ. ഇപ്പോൾ എനിക്ക് തന്നെ ആലോചിക്കുമ്പോൾ വിചാരിക്കും, ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റില്ലല്ലോ എന്ന്. പക്ഷേ നമ്മുടെ ലൈഫ് ഭയങ്കര സ്പീഡായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഇതൊക്കെ നമുക്ക് പറ്റണം. കാരണം 40 ഇയേഴ്സ് കഴിഞ്ഞല്ലോ. ഇനി റെഗുലറായിട്ട് ഹെൽത്ത് ചെക്കപ്പ് വേണം. ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, 40 ഇയേഴ്സ് ആകുമ്പോൾ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇങ്ങനത്തെയൊക്കെ നോർമലായിട്ട് എല്ലാവരും ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളും ചെക്ക് ചെയ്തിരിക്കണം. പിന്നെ നമ്മൾക്ക് ഫിസിക്കൽ ഹെൽത്തിൻ്റെ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് മെൻറ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. മൈൻഡ്ഫുള്ളായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ? ലൈഫ് അങ്ങനെ ഈസി ആയിട്ട് പെട്ടെന്ന് കടന്നു പോകുന്ന ഒന്നല്ല. കുറേ കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. കുറേ ആളുകളുമായിട്ട് നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യേണ്ടി വരും. വന്നിട്ടുണ്ടാകാം ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസും ബിറ്റർ ആയിട്ടുള്ള ഇവൻറ്റ്സും നമ്മുടെ ലൈഫിൽ കടന്നു പോയിട്ടുണ്ടാവും ഈ 40 ഇയേഴ്സിൽ. ഈ ബിറ്റർ ഇവൻറ്റ്സൊക്കെ ആലോചിച്ച് കുറേ ടെൻഷൻ അടിച്ച് കുറേ അസുഖങ്ങൾ ഓൾറെഡി വന്നിട്ടുള്ള ആളുകളുമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു, വി ഹാവ് ടു ഹീൽ അവർ സെൽഫ്. നമുക്ക് അസുഖങ്ങൾ വന്നു എന്ന് വിചാരിച്ചിട്ട് അത് മാറാണ്ടിരിക്കാനൊന്നും പോകുന്നില്ല, അത് മാറും. സോ വാട്ട് വി ഹാവ് ടു ഡു, ടേക്ക് സ്റ്റെപ്സ്. മാറില്ല, ലൈഫിൽ ഇത്രയും ചലഞ്ചസ് വന്നു, ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഉടനടി സ്റ്റെപ്പ് ഒന്ന് മാറ്റി ചിന്തിക്കുക. യു യു ക്യാൻ ചേഞ്ച്, യു ഹാവ് ടു ചേഞ്ച്. നിങ്ങൾ ചേഞ്ച് ആയിരിക്കണം, നിങ്ങൾ ഹീലായിരിക്കണം. അത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ് എന്നുള്ളതും കൂടി ഞാനിപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്. ലൈഫിൽ ഒരാൾ കയറി വന്നിട്ട് നീ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, നീ കുറച്ചും കൂടി ഉഷാറാവണം എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ യു ആർ വെരി ലക്കി. അതർവൈസ് യു ഹാവ് ടു ടേക്ക് ചാർജ് ഓഫ് യുവർ ലൈഫ്. നിങ്ങൾ നിങ്ങളുടെ തന്നെ ലൈഫിൻ്റെ ചാർജ് ഏറ്റെടുത്ത് നിങ്ങൾ തന്നെ മാറണം. നമ്മൾ കുറച്ച് എക്സസൈസ് ചെയ്യണം, അതുപോലെ ഹെൽത്തി ഫുഡ് കഴിക്കണം, റെഗുലർ ഹെൽത്ത് ചെക്കപ്പ് വേണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ മെൻറ്റൽ ഹെൽത്ത് ബാലൻസ് ചെയ്യുക എന്നുള്ളത്. എസ്പെഷ്യലി ആഫ്റ്റർ ദ ഏജ് ഓഫ് 40. 40 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പണ്ടൊക്കെ 50 വയസ്സ് കഴിയുമ്പോഴായിരുന്നു നമുക്ക് മുട്ടുവേദന, കാല് വേദന, ബാക്ക് പെയിൻ ഇതൊക്കെ വന്നിരുന്നതെന്ന് കേട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും 40സിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ലൈഫിനെ ഒരു ബാലൻസിൽ കൊണ്ടുപോകേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. അപ്പം മൈൻഡ്ഫുള്ളി എല്ലാം ബാലൻസ് ചെയ്തിട്ട് തന്നെ പോകണം ലൈഫ് ആഫ്റ്റർ 40 എന്ന് പറയുന്നത്. ഇനി ഞാൻ പഠിച്ച കുറച്ച് ലെസൺസ് പറയാം. ആഫ്റ്റർ 40, 40 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് കുറേ ബോധോദയം ഉണ്ടായത്. നമ്മൾ ചേഞ്ച് ചെയ്യും എന്ന് വിചാരിച്ച കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്യാൻ പോണില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, 40 വയസ്സായില്ലേ, ഇനി നമുക്ക് നമ്മളുടെ യങ്ങർ ആൾക്കാരുടെ നിന്ന് കുറച്ച് റെസ്പെക്റ്റ് ഒക്കെ കിട്ടും എന്നുള്ളത്. അത് വെറുതെയാണ് കേട്ടോ. നമ്മൾ അവരുടെ നിന്ന് റെസ്പെക്റ്റ് ഒക്കെ പ്രതീക്ഷിച്ച് ചെന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് വോണ്ട് വർക്ക്. അങ്ങനെയൊന്നും വർക്കാവില്ല. കാരണം നമ്മളുടെ അടുത്ത ജനറേഷൻ നമ്മളെക്കാൾ വലുതാണെന്ന് വിചാരിക്കുന്ന ഒരു ജനറേഷനാണ്. നമ്മൾ ഒരു അനുസരണയോടുകൂടി വളർന്ന ജനറേഷനാണെങ്കിൽ നമ്മുടെ തൊട്ട് വരുന്ന ജനറേഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് വരുന്ന ജനറേഷൻ, നെക്സ്റ്റ് വരുന്ന ജനറേഷൻ നമ്മളെക്കാൾ കുറച്ചും കൂടിയും
നമ്മളെ സപ്രസ് ചെയ്യാനായിട്ട് അത്യാവശ്യം അറിയണൊരു ജനറേഷനാണ്. സോ ആക്സെപ്റ്റ് യുവർ സെൽഫ് എവറിവെയർ യു വിൽ നോട്ട് ഗെറ്റ് റെസ്പെക്റ്റ് എന്നുള്ളത്. പിന്നെ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏൺ ചെയ്യേണ്ട ഒരു സംഭവമാണല്ലോ. അത് നമ്മൾ ചോദിച്ച് കിട്ടേണ്ടതൊന്നല്ലല്ലോ. സോ വി ഹാവ് ടു ആക്സെപ്റ്റ് ദ ഫാക്ട് എവ്രിവെയർ നമുക്ക് റെസ്പെക്റ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ചെറിയ നമ്മളുടെ വയസ്സിന് താഴെയുള്ള ആൾക്കാരോട് മിങ്കിൾ ചെയ്യുമ്പോൾ ഒരു ആ ഒരു അവെയർനെസ്സോട് കൂടി മിങ്കിൾ ചെയ്യുക. ആൻഡ് ഡോണ്ട് ഓൾവേസ് എക്സ്പെക്റ്റ് റെസ്പെക്ട് ഫ്രം എവ്രിവെയർ. പിന്നെ 40 വയസ്സിനിടയ്ക്ക് ഇഷ്ടം പോലെ ഫെയിലിയേഴ്സൊക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഒരു ഫെയിലിയർ എന്ന് പറയുന്നത് നമുക്കൊരു പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടുള്ള അനുഭവം എന്നല്ല. ഓൺലി ഫെയിലിയർ എന്ന് പറയുന്നത് നോട്ട് ട്രൈയിങ് ആണ്. നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ 40 വയസ്സിനിടയ്ക്ക് നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളും ഉണ്ടാവും. അത് വെൽ ആൻഡ് ഗുഡ്. നമുക്ക് ആ ഒരു ലക്കി ഫാക്ടർ ഉണ്ടായിരുന്നിരിക്കാം. നമുക്ക് പ്രൊഫഷണലി ഹൈ ആയിരിക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ദാറ്റ്സ് വെരി മച്ച് ലക്കി അങ്ങനെയുള്ള ആളുകൾ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യം. 40 ഇയേഴ്സ് കഴിഞ്ഞാൽ ഒരു സെലിബ്രേഷൻസും നമ്മൾ ഒഴിവാക്കരുത്. വി ഹാവ് ടു എൻജോയ് അവർ സെൽഫ്. ഫൈൻഡ് സം ടൈം ഫോർ റിക്രിയേഷൻ. നമ്മളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി, നമ്മളെ ഒരു ഹാപ്പി ആയിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മൾ സെലിബ്രേഷന് വേണ്ടി തന്നെ ടൈം കണ്ടെത്തണം. അതൊരു റിവാർഡിങ് ആയിട്ടുള്ളൊരു ഉം, നമുക്കൊരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ സെലിബ്രേഷന് വേണ്ടി സമയം കണ്ടെത്തുക എന്നുള്ളത്. അതുപോലെ തന്നെ ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ടെങ്കിലോ ഫ്രണ്ട്സിൻ്റെ ഗെറ്റ് ടുഗദർ ഉണ്ടെങ്കിലോ ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യാം. നമ്മളൊന്നിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ, നമ്മൾ എൻജോയ് ചെയ്യുന്ന സ്ഥലങ്ങൾ, അവിടെ പോയി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാം. നമ്മളുടെ ഹാപ്പിനെസ് ഷെയർ ചെയ്യാം. ആൻഡ് ഇറ്റ്സ് എ റിവാർഡിങ് എക്സ്പീരിയൻസ്. നമ്മൾ അത്തരം ഹാപ്പിനെസ് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾക്ക് തന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആവുകയാണ് ചെയ്യുന്നത്. നമുക്കിനി ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല എല്ലാം ഷെയർ ചെയ്യാൻ എന്ന് വിചാരിക്കൂ. നമ്മളാകെ വിഷമിച്ചിരിക്കുകയാണ് ലൈഫിൽ. നമ്മൾ എപ്പോഴും ഷെയർ ചെയ്യേണ്ടത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് ആവണമെന്നില്ല. നമുക്ക് നമ്മളോട് തന്നെ ഷെയർ ചെയ്യാം. ആസ് വി ക്യാൻ ബി അവർ ഓൺ ബെസ്റ്റ് ഫ്രണ്ട്. നമുക്ക് നമ്മുടെ തന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ ഫാമിലീനെ ഇൻടാക്റ്റ് ആക്കിയിട്ട് നിർത്താൻ നമുക്കൊരു കഴിവുണ്ടാവില്ല 40 വയസ്സാകുമ്പോൾ. സോ ഷെയർ യുവർ ഇമോഷൻസ് ഫീലിങ്സ് ടു യുവർ ഹസ്ബൻഡ്. അതുപോലെ നിങ്ങൾ ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫിനോട് നിങ്ങളുടെ ഫീലിങ്സ് ഇമോഷൻസ് ഷെയർ ചെയ്യുക. ബി എ ബെറ്റർ പാർട്ട്ണർ ടു യുവർ സെൽഫ്. നമ്മളായിരിക്കണം നമ്മളുടെ ബെറ്റർ പാർട്ട്ണർ. അപ്പോൾ നമ്മളുടെ ബെറ്റർ വേർഷൻ നമ്മളുടെ പാർട്ട്ണറുടെ അടുത്ത് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. അത് മെയിൽ ഓർ ഫീമെയിൽ ആവട്ടെ, നമുക്കത് സാധിക്കുന്നതാണ്. അതുപോലെ മക്കളോടും നമ്മൾ ഓപ്പണായിട്ട് സംസാരിക്കുക. ദിസ് ഈസ് ഹൗ ഐ ഫീൽ എന്നുള്ളത്. ആസ് എ മദർ, ആസ് എ ഫാദർ, യു ക്യാൻ ബി ഫ്രണ്ട്ലി വിത്ത് യുവർ ചൈൽഡ് ആസ് വെൽ ആസ് നമ്മൾക്ക് ആ ഒരു റെസ്പെക്റ്റ് കിട്ടുന്ന രീതിയിലും പെരുമാറാം. ഇനി എന്താണ് ബാരിയർ കീപ്പ് ചെയ്യാനുള്ളത്? 40 വയസ്സായില്ലേ അല്ലേ? അപ്പം ഇതൊക്കെ നമ്മളുടെ തന്നെ ഒരു മെൻ്റൽ ഹെൽത്തിനെ റിവാർഡിങ് എക്സ്പീരിയൻസ് ബൂസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നത്. പിന്നെ വൺ മോർ ബോണസ് ടിപ്പ് പറയട്ടെ. അതായത് നമ്മളെ ബ്ലെയിം ചെയ്യാനായിട്ട് ഒരാൾക്കൊരു കീ കൊടുക്കാതിരിക്കുക. ഡോണ്ട് ഗിവ് പവർ ടു ബ്ലെയിം ടു യു. നമ്മളെ ബ്ലെയിം ചെയ്യാനായിട്ട്, നമ്മളെ ചീത്ത പറയാനായിട്ട്, നമ്മളെ ഷെയിം ആക്കാനായിട്ട് ഒരു സിറ്റുവേഷനിൽ അങ്ങനെയുള്ള ഒരു കീ മറ്റൊരാൾക്ക് കൊടുക്കാണ്ടിരിക്കുക. നമുക്കറിയാം ഈ ആൾ നമ്മളെ ഇടിച്ചു താഴ്ത്താൻ വരുന്ന ആളാണെന്നുള്ളത്. സോ ഡോണ്ട് ഗീവ് ദ പവർ, അല്ലെങ്കിൽ ആ കീ ആ ആൾക്ക് കൊടുക്കാണ്ടിരിക്കുക. കാരണം നമുക്കറിയാം അയാൾ ഇങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ 40 വയസ്സിൽ ഞാൻ പഠിച്ചൊരു പാഠാണത്. ഗിവ് പ്രയോറിറ്റി ടു യുവർ ഓൺ മെൻ്റൽ പീസ്. നമ്മുടെ ചുറ്റും ഇഷ്ടം പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. എല്ലാത്തിലും പോയി ഇടപെട്ട് നമ്മുടെ മനസ്സ് വിഷമിക്കാൻ ഒരു കാരണമാക്കാണ്ട്, ആ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവോയ്ഡ് ദ സിറ്റുവേഷൻ ഓർ കീപ്പ് എ നൈസ് ബാരിയർ. ഇടയിലൊരു ബാരിയർ ഇരുന്നാൽ യാതൊരു കുഴപ്പമില്ല. നമ്മുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവില്ല. നേരെ മറിച്ച് നമ്മുടെ മെൻ്റൽ പീസ് സേഫ് ആയിട്ടിരിക്കും. സോ ഐ ബിലീവ് ദാറ്റ് I have communicated so much things. Be the change what you want to see in yourself. അതാണ് 40 വയസ്സ് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളോട് തന്നെ നീതി പുലർത്താൻ ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മളിൽ ആഗ്രഹിക്കുന്ന ചേഞ്ച് എന്താണോ അത് നമ്മൾ ചെയ്യാം. കാരണം 40 വയസ്സ് കഴിഞ്ഞില്ലേ, ജീവിതം വളരെ ഷോർട്ടാണ് അല്ലേ? അപ്പോൾ എൻജോയ് യുവർ ലൈഫ് അറ്റ് ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ലെവൽ. Thank you so much for listening to me, Jita.